അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് സഫർ മാസത്തിലെ ആദ്യ രാവാണ്. ഓരോ പുതിയ മാസവും അള്ളാഹു നൽകുന്ന പുതിയ അവസരമാണ്. നമ്മുടെ ജീവിതത്തെ കൂടുതൽ നന്മയിലേക്ക് മാറ്റാനും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാനും ചെയ്തു പോയ തെറ്റുകൾക്ക് പൊറുതി തേടാനും ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ്. എന്നാൽ സഫർ മാസത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും പ്രചരിക്കുന്നുണ്ട്. ചിലർ ഈ മാസത്തെ ഒരു ശൂന്യക്കേടായിട്ടാണ് കണക്കാക്കുന്നത്. ഈ മാസത്തിൽ വിവാഹം നടത്തരുത്, ജോലി ആരംഭിക്കരുത്, യാത്ര പോകരുത്, വീടുപണി തുടങ്ങരുത് എന്നിങ്ങനെ പല വിശ്വാസങ്ങളും നമ്മളുടെ ഒക്കെ ഇടയിൽ പ്രചരിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, സഫർ മാസം പൊതുവെ അശുഭമല്ല, ഒരു മാസത്തിനും അശുഭശക്തി നൽകിയിട്ടില്ല. എല്ലാ മാസങ്ങളും അള്ളാഹു സൃഷ്ടിച്ചതാണ്. നന്മയും പരീക്ഷണവും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് വരുന്നത്, ഒരു മാസത്തിൻ്റെയും കാരണത്താലല്ല. അതിനാൽ സഫർ മാസം ആയതുകൊണ്ട് മാത്രം വിവാഹം മാറ്റിവെക്കുകയോ വീടുപണി തുടങ്ങാതിരിക്കുകയോ ബിസിനസ് ആരംഭിക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഇസ്ലാമിക പഠനങ്ങളോട് ഒട്ടും യോജിക്കുന്നില്ല. ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ഹലാലായ മാർഗം സ്വീകരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു മുസ്ലിമിൻ്റെ കടമ. ചിലപ്പോൾ പരീക്ഷണങ്ങൾ സഫർ മാസത്തിലും വന്നേക്കാം, അതുപോലെ മറ്റു മാസങ്ങളിലും വന്നേക്കാം. അതിനെ സഫർ മാസത്തിൻ്റെ അശുഭമായി കണക്കാക്കരുത്. ഓരോ പരീക്ഷണവും അള്ളാഹുവിൻ്റെ വിധിയാണ്. ക്ഷമയോടും ദുആയോടും കൂടി അതിനെ നേരിടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും അള്ളാഹുവിലേക്ക് നല്ല പ്രതീക്ഷ വെക്കണം. അള്ളാഹു ഏറ്റവും കരുണയുള്ളവനാണ്. അവനിൽ ആശ്രയിക്കുന്നവരും അവൻ ഒരിക്കലും കൈവിടുകയില്ല. അതുകൊണ്ട് സഫർ മാസത്തെക്കുറിച്ച് ഇങ്ങനെ ഭീതിപ്പെടേണ്ടതില്ല. ഈ മാസത്തിൽ നല്ല പ്രവൃത്തികൾ ചെയ്യാനും പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഒരു അവസരമായി കാണുക. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ, ആമീൻ. നമ്മുടെ ജീവിതത്തിലൊക്കെ നല്ല ഖൈറും ബറക്കത്തും നൽകട്ടെ, ആമീൻ. വീഡിയോ ഉപകാരപ്പെട്ടാൽ നൂറുദ്ദുആ എന്ന ഇസ്ലാമിക് ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.